അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അതിമഹത്തായ ഒരു ഹദീസ്, ചിന്തിക്കേണ്ടതും പേടിക്കേണ്ടതുമായ വളരെ പ്രധാനപ്പെട്ട ചില ഉപദേശങ്ങളാണ് ഈ ഹദീസിലൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അലി റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മേൽ ഞാൻ ഏറ്റവും ശക്തമായി ഭയപ്പെടുന്നത് രണ്ട് കാര്യങ്ങളെയാണ്. ഒന്ന് ദേഹേച്ഛയെ പിൻപറ്റലും, രണ്ട് ആഗ്രഹ ദൈർഘ്യവുമാണ്. ഒരാള് ദേഹേച്ഛയെ പിന്തുടർന്നാൽ സത്യത്തെ തൊട്ട് വഴി തിരിച്ചുവിടുകയും ആഗ്രഹ ദൈർഘ്യം അത് ദുനിയാവിനോടുള്ള സ്നേഹം കൂട്ടുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദുനിയാവിനെ അല്ലാഹു അവന്റെ ഇഷ്ടക്കാർക്കും അനിഷ്ടക്കാർക്കും നൽകും. അല്ലാഹു ഒരു അടിമയെ ഇഷ്ടപ്പെട്ടാൽ അവന് അല്ലാഹു ഈമാൻ നൽകും. അലാ ഇന്ന ലിദ്ദീനി അബ്നാഉൻ വലിദ്ദുനിയ അബ്നാഉ ഫകൂനൂ മിൻ അബ്നാഇദ്ദീനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അറിയണം, ദുനിയാവിന് ചില സന്തതികളും ദീനിന് ചില സന്തതികളുമുണ്ട്. അതിനാൽ നിങ്ങൾ ദീനിന്റെ സന്തതികളാകണം, ദുനിയാവിന്റെ സന്തതികൾ ആകരുത്. അറിയണം, നിശ്ചയമായും ദുനിയാവ് പിന്തിരിഞ്ഞു പോകുന്നതാണ്, ആഖിറം അത് മുന്നിട്ട് വരുന്നതുമാണ്. നിങ്ങളിപ്പോൾ ജീവിക്കുന്നത് കർമ്മത്തിന്റെ ദിനങ്ങളിലാണ്. കർമ്മങ്ങളെ കുറിച്ചുള്ള വിചാരണ ഈ ദിനങ്ങളിലൊന്നും ഇല്ല. വൈകാതെ തന്നെ നിങ്ങൾക്ക് മറ്റൊരു ദിവസം വന്നു ചേരും. ആ ദിവസത്തിൽ നിങ്ങൾ ചെയ്ത കർമ്മങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടും. നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ചുള്ള വിചാരണ ദിവസമാണ്. ആ ദിവസത്തിൽ കർമ്മങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട ഹദീസ്. ഇത് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒന്നാണ്. ഇന്ന് നമുക്ക് കർമ്മങ്ങൾ ചെയ്യാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് മുന്നേറാനുമുള്ള ഒരു അവസരമാണ് നമുക്കുള്ളത്. നമ്മുടെ ജീവിതം എന്നാണോ അവസാനിക്കുന്നത്, അതോടുകൂടി നമ്മൾ ചെയ്തതായ കർമ്മത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഫലം കാണാൻ പോവുകയാണ്. ആ സമയത്ത് കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ ദുനിയാവിൻ്റെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും അതെല്ലാം നിലനിൽക്കാത്തതും, ആഖിറമാകുന്ന ലോകം അത് നിലനിൽക്കുന്നതും ഉപകാരപ്പെടുന്നതും എന്നേക്കുമുള്ളതുമാണ് എന്ന നിലക്കാണ് മനുഷ്യൻ ലോകത്ത് ജീവിക്കേണ്ടത്. അത്തരം മനുഷ്യന് മാത്രമേ, അത്തരം ആളുകൾക്ക് മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ. അല്ലാഹു നമ്മെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.